ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയ സ്പീക്കർ. ഇത് പുതിയ കാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയത്. മുഖ്യമന്ത്രിയുടെ പോലീസ് ഗുണ്ടകളെ സംരക്ഷിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രതിയായ കേസിൽ പോലീസ് നടപടി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. ഷാഫി പറമ്പിൽ നൽകിയ നോട്ടീസ് സ്പീക്കർ എൻ ഷംസീർ നിരാകരിച്ചു. വിഷയം പുതിയതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രമേയ നോട്ടീസ് തള്ളിയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എല്ലാ ബഹുമാനവും ഡ്യൂ റെസ്പെക്ട് പറ്റില്ല. സോറി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസംഗം സ്പീക്കർ തടഞ്ഞതോടെ സഭ പ്രക്ഷുബ്ധമായി. ഇത് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാഗ്വാദത്തിന് വഴിയൊരുക്കി. സ്പീക്കറുടെ നടപടിയിൽ നടുത്തളത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾ പിന്നീട് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. മുഖ്യമന്ത്രിയുടെ ഇടതും വലതുമുള്ളവർ ക്രിമിനലുകളാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ നിയമ നടപടി തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. നവകേരള സദസ്സിന്റെ കാലഘട്ടത്തിൽ കേരളം മുഴുവൻ നടന്ന അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾ നിയമപരമായി ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായി നിയമ നടപടി, എല്ലാ തരത്തിലുള്ള നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുഖ്യമന്ത്രിക്ക് സാഡിസ്റ്റ് മനോഭാവമാണെന്ന് പ്രമേയാവതാരകൻ ഷാഫി പറമ്പിൽ ആരോപിച്ചു. ഗുണ്ടാ പോലീസുകാരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും ഷാഫി കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.